എൻ്റെ മോന് രാഷ്ട്രീയമായിട്ട് അങ്ങനത്തെ വലിയൊരു ഇതുണ്ടായില്ല. പക്ഷെ സ്വരാജ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ വളരെ ഒരു ഇൻട്രസ്റ്റ് തോന്നി, ആവേശം തോന്നി. അവൻ പറഞ്ഞത് ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പ്രത്യേകത ചോദിച്ചപ്പോൾ പറഞ്ഞു അയാൾ എടുക്കുന്ന തീരുമാനം ഭയങ്കരമാണ്. അയാൾ വലിയ നേതാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞ ആ വാക്ക് കണ്ടീഷനാണ്, അതേപോലെ അയാൾ പ്രവർത്തിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അത് വളരെ നമുക്കും മാനസികമായിട്ട് ഒരു ഇഷ്ടപ്പെട്ടു. സ്വരാജ് പുതിയ സഖാവാണ്, പഴയല്ല. പക്ഷെ ആ പഴയ ആൾക്കാർക്ക് വരെ സ്വരാജിനെ ഇഷ്ടമാണ്. അതും അയാളെ സംഭാഷണങ്ങളും കാര്യങ്ങളും അയാൾ പറയണം, അതേമാതിരി നിയമസഭയിൽ അയാൾ പ്രസംഗിക്കുന്നതും പിന്നെ അയാളെ മെമ്മറി പവറാണ് ഏറ്റവും കൂടുതൽ. അയാളൊരു കാര്യം പറയാ, അന്നത്തെ കാലത്തെ ഡേറ്റ് വരെ ഇട്ടുകൊണ്ട് അയാൾ പറയും. അതൊരു പ്രത്യേകത തന്നെ. അത് ആർക്കും നമ്മളെ പാർട്ടിയിൽ തന്നെ ഇല്ലാത്ത, അധികം നേതാക്കന്മാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് അയാൾക്ക്. അത് ഭയങ്കരമാണ്. മാനസികമായിട്ട് എല്ലാവരും സ്വരാജിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആണ് കൂടുതൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തനം ഉണ്ടാവുക നമ്മളെ ബ്രാഞ്ച് പറയുന്ന മാതിരി ചെയ്യും എന്നല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം സ്വരാജിനുണ്ട് എന്നുള്ളത് സത്യമാണ്.